അല്ല അത് ഏഹ്, എന്ത് പറയാനാ ഈ പറയുന്ന ഒരു സമൂഹത്തിന് മാത്രം അല്ലെങ്കിൽ ഒരു സമുദായത്തിന് മാത്രം ഇത്രയധികം സൗജന്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന്റെ ഇത് യുക്തി എനിക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസമാണ് ഞാൻ കാര്യം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളെല്ലാരും പറയുമെങ്കിലും ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വഖഫ് ആക്ടിനെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കി. അതിന്റെ ഒരു ഭീകര സ്വഭാവം ഭീകര സ്വഭാവം, പേടിപ്പെടുത്തുന്ന ഒരു സ്വഭാവമൊക്കെ മനസ്സിലാക്കി. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സമൂഹത്തിന് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത ഒരു നിയമമാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം. അങ്ങനെ ഒരു നിയമം മുസ്ലിം കൺട്രീസിൽ പോലും ഇല്ല. അവിടെ പോലും ഇങ്ങനെ വഖഫ് ബോർഡ് ഒന്നും ഇല്ല. ഇവിടെ എന്താണ് ഇങ്ങനെ ഇനി അതിന് ജുഡീഷ്യൽ അധികാരങ്ങൾ കൂടി കൊടുക്കാൻ പോകുന്നു എന്നാണ് കേട്ടത്. ആ, അത് അതൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കപ്പെടുന്നത്? നേരത്തെ ആലങ്കാടൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരാൾക്ക് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലും കൊടുത്തോട്ടെ. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഇതില് ഫേസ്ബുക്കിൽ എഴുതി വായിച്ചു. അതായത് രണ്ടുപേര് വിശന്നിരിക്കുന്നു, അപ്പൊ ഒരാളെ വിളിച്ചോണ്ട് പോയി ബിരിയാണി മേടിച്ചു കൊടുക്കും. അതാണ് സംവരണം. അപ്പൊ മറ്റേ ആള് അതെന്താണെന്ന് ചോദിക്കാതിരിക്കുക, എനിക്കും തരണ്ടേന്ന് ചോദിക്കാതിരിക്കുന്നതാണ് മതേതരത്വം. അത് എനിക്കെന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിക്കുന്നത് വർഗീയത. അപ്പൊ അങ്ങനെ മതേതരത്വത്തെയും വർഗീയതയും ഒക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ പറയുന്ന ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ഞാൻ അവിടെ അതിൽ ഒരു ത്രെഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനകത്ത് പറയുന്നത് നിനക്ക് കിട്ടുന്നിടത്ത് നിന്ന് വാങ്ങിച്ചാൽ മതി, അതും തിന്നോണ്ട് വെള്ളമെടുത്ത് ഇരുന്നാ മതി, അതൊക്കെ കിട്ടുന്നില്ലേ എന്നാ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ഇത് പരാധീനതകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത്ര ഉണ്ടല്ലോ, അതും വാങ്ങിച്ച് തിന്നിട്ട് വല്ലയിടത്തും മൂലയ്ക്ക് ഇരുന്നാൽ പോരെ എന്നാണ് ഈ കമ്മിയും ജിഹാദികളും ചോദിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു അസ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഈ തുല്യത അതിനെന്താ വാക്ക് പറയാ, ഒരു ഇന്നീക്വാലിറ്റി സമൂഹത്തിൽ വളർത്തിക്കൊണ്ട് വന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ് പിന്നീട് വന്ന പ്രാദേശിക കക്ഷികളും സ്വീകരിച്ചിരിക്കുന്നത്. ഈവൻ ഇപ്പൊ ഏറ്റവും വലിയ ആദർശം പറയുന്ന AAP പോലും സ്വീകരിക്കുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ്. ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുമ്പോഴും അതിന് ഈ പറയുന്ന നിരപരാധികളായിട്ടുള്ള ഞങ്ങളെ പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ സുപ്രഭാത് പറഞ്ഞ പോലെ ജൈനമതമുണ്ട്, ബുദ്ധിസ്റ്റുണ്ട്, അതുപോലെ പാഴ്സികളുണ്ട്, ഒരുപാട് ന്യൂനപക്ഷങ്ങൾ ഇവിടെ ഉണ്ട്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അടച്ചാക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ എല്ലാം തള്ളിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നും കിട്ടാത്ത ന്യൂനപക്ഷം ഉണ്ട്. പ്രത്യേകിച്ച് പരിഗണന എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഒരു പരിഗണനയും കിട്ടാത്തതാണ്. ഈ ഒരു സമുദായത്തിൽ ഒഴിച്ച് മറ്റൊരു ന്യൂനപക്ഷത്തിലും വ്യക്തിപരമായ ഒരു അവകാശങ്ങളും കിട്ടുന്നില്ല. ഞാൻ ന്യൂനപക്ഷത്തിലുള്ള ഒരാളാണെന്ന് പറഞ്ഞ് എനിക്ക് വ്യക്തിപരമായ ഒരു പ്രത്യേക അവകാശങ്ങളുള്ളതായിട്ട് എനിക്കറിയില്ല, എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇനി ആരെങ്കിലും പറഞ്ഞു തരുവാണെങ്കിൽ ഞാനത് കിട്ടുമെന്ന് പോയി അന്വേഷിക്കും. അതേസമയം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. അല്ല കാര്യം പറയാം, ഞാൻ കൃത്യം അത് ഞാനിത് പറഞ്ഞു തീർത്തോട്ടെ. അപ്പോ ഒരു സ്കൂൾ തുടങ്ങാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ആശുപത്രി തുടങ്ങാൻ, അല്ലെങ്കിൽ ചില അവരുടെ പ്രത്യേകമായിട്ടുള്ള മതപരമായ ചില അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് ചില പ്രത്യേക അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാതെ ന്യൂനപക്ഷങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സുപ്രഭാതം ഒന്ന് പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾക്ക് കുറെ പ്രത്യേക അവകാശങ്ങളുണ്ട്. ഇപ്പൊ സ്കൂൾ തുടങ്ങാൻ ഭൂരിപക്ഷത്തിന് സാധിക്കില്ല. അതെന്താ? ഭൂരിപക്ഷത്തിനുള്ള പൈസക്കാരില്ലേ അവർക്ക് സ്കൂൾ തുടങ്ങിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചൂടെ? അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അതിന് നിയമം എതിരാണ്. പക്ഷെ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള പൗലോയ്ക്ക് തുടങ്ങാൻ എനിക്ക് തുടങ്ങാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്കോളർഷിപ്പിന്റെ കാര്യത്തിലൊക്കെ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ട്, എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും മറ്റേ ഞാൻ പറഞ്ഞില്ല, സാമൂഹ്യ നിയമങ്ങൾ അനുസരിച്ച് പള്ളിക്കൂടം തുറക്കാനും അതിനും ഇതിനൊക്കെയുള്ള അവകാശങ്ങൾ ഞാൻ പറയട്ടെ. സുപ്രഭാതം പള്ളിക്കൂടത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പോലെ ഞാനത് പറഞ്ഞപ്പോ അത് വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽ വ്യക്തിപരമായിട്ട് കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്ന അവകാശം മറ്റേതെങ്കിലും ന്യൂനപക്ഷത്തിൽ ഉള്ള ആളുകൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞത് അതായത് 4 കല്യാണം കഴിക്കാം ഒരാൾക്ക്, 4 കല്യാണം കഴിക്കാൻ, അല്ലെങ്കിൽ അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെയുള്ള അവകാശങ്ങൾ എനിക്ക് ഏതെങ്കിലും വ്യക്തിപരമായിട്ട്, ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത്. മ്യൂട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് വ്യക്തിപരമല്ല ഇവിടെ ന്യൂനപക്ഷങ്ങളിൽ തന്നെ വേർതിരിവുകളുണ്ട്. ന്യൂനപക്ഷങ്ങളിൽ തന്നെ കൃത്യമായിട്ടുള്ള വേർതിരിവുകളുണ്ട്. ഇപ്പൊ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്, എന്തിനാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? മുസ്ലിങ്ങൾ പിന്നോക്കക്കാരാണ് എന്നുള്ളത് വരുത്തി തീർക്കണം. പിന്നോക്കമായി നിൽക്കുന്നവരാണെന്ന് വരുത്തി തീർത്തിട്ട് അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മീഷനാണ് എന്ത്? സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്. ക്രിസ്ത്യാനികളെ പിന്നോക്കാവസ്ഥ പരിശോധിക്കാൻ വേണ്ടിയിട്ട് കമ്മീഷൻ ഇല്ല. ക്രിസ്ത്യാനികളെ പിന്നോക്കാവസ്ഥ പരിശോധിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരു കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കോശി കമ്മീഷൻ. ഈ കോശി കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ട് പബ്ലിസിറ്റി ആക്കുന്നില്ല. ഇതൊരു വിവേചനല്ലേ? പിന്നെ ഈ 80-20 വിഷയം,
ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പിൽ 80% മുസ്ലിങ്ങൾ എടുക്കുന്നു, 20% ക്രിസ്ത്യാനികള്. അപ്പൊ ബാക്കിയുള്ളവരോ? അപ്പൊ ബാക്കിയുള്ളവർക്ക് വേണ്ടേ? ബാക്കിയുള്ളവരില്ലേ ഇവിടെ? ജൂതന്മാര്, ജൈനന്മാര്, സിഖുകാര്, പാഴ്സികള്, അങ്ങനത്തെ ആളുകളൊക്കെ ഇല്ലേ? അവർക്ക് കൊടുക്കണ്ടേ? അതെന്താ 80% മുസ്ലിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്, 20% എന്താ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നത്? ഇനി ഈ ബാക്കിയുള്ള ആളുകൾ ചിലപ്പോൾ മൈനോറിറ്റിയിൽ മൈനോറിറ്റി ആയിരിക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും, എന്നാലും അവർക്കും എന്തെങ്കിലും മാറ്റി വെക്കണ്ടേ? അത് മാറ്റി വെച്ചിട്ടില്ല. മനസ്സിലായോ? പിന്നെ ഈ 80% അവരെടുക്കാൻ വേണ്ടിയിട്ട് അവരാരത് നിശ്ചയിച്ചത്? ഒരു ന്യൂനപക്ഷങ്ങൾക്ക് മൊത്തമായിട്ട് കൊടുക്കുന്നതിൽ 80% അവരെടുത്തിട്ട് 20% കൊടുക്കുന്നു. ഈ കോൺഗ്രസ്സുകാരൻ കോയന്റെ കൂടെ നിക്കണ്. അന്ന് BJP-ക്കാർ മാത്രമാണ് ഈ ക്രിസ്ത്യാനികളുടെ കൂടെ നിന്നത്. ക്രിസ്ത്യാനികളുടെ കൂടെ നിന്ന് BJP-ക്കാരൻ മാത്രമാണ്. എന്നിട്ട് ആ BJP-ക്കാരെ തെറിവിളിക്കാണ് ഈ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആകെ 20% ഉള്ളൂ. നിങ്ങള് ശരിക്കും 50 അല്ല 60% അവകാശപ്പെട്ടത് ക്രിസ്ത്യാനികൾ. കാരണം ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. ഞാനത് പറയുമ്പോ കേരളത്തിനെ കൊണ്ട് ഇതായിട്ട് ഇപ്പൊ ഇത്രയും നേരം മാന്യത ഇല്ലാത്ത റൂമാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കയറി വന്നിട്ടുണ്ട്. അപ്പോ അത് പറയുന്ന സമയത്ത് അങ്ങോട്ട് ഇതാവൂല. അപ്പൊ പൗലോ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ വെക്കാത്തത്? ഹിന്ദുക്കൾക്ക് കമ്മീഷൻ വേണ്ടേ? പാഴ്സികള് ആകെ 50,000 ജനസംഖ്യ ഉള്ളൂ, അവർക്ക് കമ്മീഷൻ വേണ്ടേ? മറ്റുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടുള്ളവർക്കൊന്നും കമ്മീഷൻ വേണ്ടേ? ഇനി മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുള്ള ക്രിസ്ത്യാനികളുണ്ട്, അവർക്ക് സംവരണം ഇല്ല. ക്രിസ്ത്യാനികളാണ്, പക്ഷെ അവർക്ക് സംവരണം ഇല്ല. അതെന്തുകൊണ്ട് അവർക്ക് സംവരണം കൊടുക്കാത്തത്? മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, ഈ തങ്ങള് ഈ മരക്കാർ റാവുത്തർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പിസ്ലാന്, ഈ ഒസാൻ എന്നൊക്കെ പറഞ്ഞ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുള്ളവരുണ്ട്. ഒക്കെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതാണ്. പക്ഷെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുള്ള മുസ്ലിങ്ങൾക്ക് സംവരണം ഉണ്ട്, മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുള്ള ക്രിസ്ത്യാനിക്ക് സംവരണം ഇല്ല. ഈ മുന്നോക്കത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് നരേന്ദ്രമോദി സംവരണം കൊണ്ടുവന്നത്. അതില് ക്രിസ്ത്യൻ സഭകളൊക്കെ, അതില് ഈ യാക്കോബായ സഭയൊക്കെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുള്ള സഭകളാണ്. എനിക്ക് തോന്നുന്നു ഓർത്തഡോക്സ് മുന്നോക്ക വിഭാഗം, അങ്ങനെ എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. പക്ഷെ അവര് അന്ന് അതിനെ പിന്താങ്ങി, അവരതിനെ അങ്ങനെ വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ മുസ്ലിം സംഘടനയായിട്ടുള്ള ഈ മുസ്ലിം ലീഗും ഈ പോപ്പുലർ ഫ്രണ്ടും ഒക്കെ കോടതി പോയി കഴിഞ്ഞു. കാരണം മറ്റുള്ളവർക്ക് സംവരണം കൊടുക്കരുത് പറഞ്ഞിട്ട്. എനിക്ക് സംവരണം വേണമെന്ന് പറഞ്ഞ് കോടതി പോവാ, മറ്റുള്ളവർക്ക് സംവരണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ കോടതി പോകുന്നത്? അത് ശരിയാണോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, പൗലോ ചിന്തിക്കേണ്ടത്, ഇന്ന് വരെ ഈ കോൺഗ്രസ്സുകാരൻ ഈ മുസ്ലിങ്ങളോട് നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ക്രിസ്ത്യാനികളോട് നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഈ പാലയിലുള്ള ഈ ബിഷപ്പ് അവരുടെ അരമനയിൽ നിന്ന് അവരുടെ ആളുകളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് കോയ മതിലും ചാടി കടന്ന് ബിഷപ്പിനെ കുത്തിക്കൊല്ലാൻ പോയ സമയത്ത് ഈ കോൺഗ്രസ്സുകാരൻ കോയന്റെ കൂടെ നിന്നും കണ്ട് നിങ്ങളത് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു. നിങ്ങളത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഇടുക്കിയില് ഒരു സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ ഈ കോൺഗ്രസ്സുകാരെ ഈ ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ സംഖ്യകളെ കൂടെ ഉണ്ടായിട്ടുള്ളൂ, ഒരാളും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചങ്ങാവടുത്ത് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ ഇവർ പറയും. ഉണ്ടെങ്കിൽ ആ ആളുകളെ തള്ളി പറയാനോ പുറത്താക്കാനോ നടപടി എടുക്കാനോ ഇവർ കാര്യങ്ങൾ ചെയ്യണ്ടേ? എന്നാ കോൺഗ്രസ്സുകാർ പറയണ്ടേ ഈ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളെ ഇങ്ങനെ നിങ്ങൾ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അത് സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നെങ്കിലും ഈ കോൺഗ്രസ്സുകാരും പറയണ്ടേ? ഏതെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഈ മറ്റേ മെയ്തി കുക്കി പ്രശ്നം ഈ കോയ ഇവിടുന്ന് കത്തിക്കണ്ടല്ലോ, 40 ചർച്ചാണ് ബോംബ് വെച്ച് തകർത്ത് കാശ്മീരിൽ. 40 ചർച്ച്. അതിൽ ഒരു ചർച്ചാണ് നരേന്ദ്രമോദി ഇപ്പൊ പുതുക്കി പണിത് കൊടുത്തത്. എന്നിട്ട് ഈസ്റ്റർ 90-കൾക്ക് ശേഷം ഈ പ്രാവശ്യമാണ് ഈസ്റ്റർ മറ്റേ കുരിശും പിടിച്ചും കണ്ട് റോട്ടും കൂടെ നടന്നത്. നരേന്ദ്രമോദി അമിത്ഷായും അവിടെ നെഞ്ചും വെച്ച് നിന്നുകൊണ്ട് നടന്ന്. ഈ കോയ ഈസ്റ്റർ നടത്താതെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. കോൺഗ്രസ്സുകാരെ എന്നാലും നിങ്ങൾ ഈസ്റ്റർ നടത്തണം എന്ന് പറഞ്ഞു കണ്ട് നിങ്ങളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നോ? ഈ തകർക്കപ്പെട്ട പള്ളികളൊക്കെ തകർക്കപ്പെടുന്ന ചർച്ചുകളൊക്കെ തകർക്കപ്പെടുന്ന സമയത്ത് കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. എത്ര ആളുകൾ അവിടെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു?
3500 കുടുംബങ്ങൾ കാശ്മീരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. 3500 ക്രിസ്ത്യൻ കുടുംബങ്ങൾ. എവിടെയായിരുന്നു നിങ്ങളുടെ ആളുകളും അതുപോലെ കോൺഗ്രസ് പാർട്ടിയും ഒക്കെ? ഇന്ന് കുറച്ചാണെങ്കിൽ കുറച്ച് ആളുകൾ നരേന്ദ്രമോദി അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അദ്ദേഹം പാതിരാ കുർബാന നടത്തി, അദ്ദേഹം അവിടെ ഈസ്റ്റർ നടത്തി, അദ്ദേഹത്തിന്റെ മസിൽ പവറിൽ നടത്തിയതാ, ക്രിസ്ത്യാനി പറഞ്ഞിട്ട് നടത്തിയതല്ല. ക്രിസ്ത്യൻ ആളുകൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള എനിക്ക് അറിയില്ല കേട്ടോ. കാരണം മാസത്തിൽ അദ്ദേഹത്തിനെ കാണാറുണ്ട്, സമയം കൊടുക്കാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവര് പറഞ്ഞതായിരിക്കും ഞങ്ങൾക്ക് ചെയ്യണം എന്നുള്ള, അങ്ങനെ പറഞ്ഞതായിരിക്കും. 100 കന്യാസ്ത്രീകളെ ജിഹാദികൾ അവിടെ ബലാത്സംഗം ചെയ്തു. 100 കന്യാസ്ത്രീകളെ ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് 100 ആളുകളെ ഒരു കുട്ടികളും ചോദിക്കാനില്ലായിരുന്നു. ഇന്നിപ്പോ ജിഹാദികൾക്ക് ഒരു കമ്മീഷൻ വന്ന് ആ കമ്മീഷൻ അവര് ഇരവാദം ഉന്നയിക്കാൻ തുടങ്ങി. ആരാണ് ഈ കമ്മീഷൻ ഉണ്ടാക്കിയവരോട് പറഞ്ഞത്? എന്തിനാണ് ഈ കമ്മീഷൻ ഉണ്ടാക്കിയത്? മുസ്ലിങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്. ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടുള്ള ഈ കോയ അംഗീകരിക്കുന്നുണ്ടോ? 21 ജാതികളാ, പിന്നോക്ക ജാതികളെ കുറിച്ചിട്ട് അതിൽ പറയുന്നത്. 21 പിന്നോക്ക ജാതികൾ കോയയുടെ കൂട്ടത്തില്. ഇത് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജാതീയതൊക്കെ പുറത്തു വരുന്ന കാരണമാണ് കോയം ഉണ്ടാക്കുന്നത്. എന്നാലോ അതിൽ പിന്നോക്കം നിൽക്കുന്നേ എന്നാണ് കണ്ട ആനുകൂല്യങ്ങൾ വാങ്ങി പുട്ടടിക്കണേൽ കോയക്ക് ഒരു പ്രശ്നവും ഇല്ല.